ഹായ് ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടവളിയുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പർ ലൈവ് ആസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. മണിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതി. മണിയാർ പമ്പയുടെ പോഷക നദിയാണ് മണിയാർ എന്നത്. മണിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിക്കടുത്ത് വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്തിൽ. അവിടെയാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. അതായത് വടശ്ശേരിക്കരയിൽ നിന്നും ഏകദേശം 10.3 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. അതിൽ മണിയാറിന് കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. 1994 ഈ ഡാം നിർമ്മിച്ചത്. മണിയാറിന് കുറുകെ അവിടെയാണ് ഈ ജലസംഭരണിയും പവർ ഹൗസും ഡാമും ഉള്ളത്. അവിടെയാണ് ഈ ജലവൈദ്യുത പദ്ധതി, അവിടെ നിന്നുമാണ് ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. 1994 ഇത് നിർമ്മിച്ചത്. ഇത് നിർമ്മിച്ചത് CUMI, അതായത് കാർബോറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ്, അതായത് മുരുകപ്പ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ CUMI എന്നത്. KCBയും CUMIയും സംയുക്തമായിട്ടാണ് ഇതിൻ്റെ ഉടമസ്ഥാവകാശം. അവരുടെ രണ്ടുപേരും കൂടെ സംയുക്തമായിട്ടാണ് KCBയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർ ഈ ഡാം നിർമ്മിച്ചതും. ഇത് CUMI കമ്പനിയുടെ കൊച്ചിയിലെ ഫാക്ടറിയിലെ വൈദ്യുതിക്ക് ആവശ്യമായിട്ട്, അല്ലെങ്കിൽ ഫാക്ടറിയുടെ വൈദ്യുതാവശ്യത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. 12 മെഗാവാട്ട് ഉൽപ്പാദനശേഷിയുള്ള ആണ് ഈ ജലവൈദ്യുത പദ്ധതി എന്നത്. ഇപ്പോഴിതിൻ്റെ കാലാവധി തീരാൻ പോവുകയാണ്. അപ്പോൾ കാലാവധി നീട്ടിത്തരണമെന്നാവശ്യപ്പെട്ട് CUMI സംസ്ഥാന സർക്കാരിന് കത്തയച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഏകദേശം 25 വർഷത്തോളം അവർക്ക് കാലാവധി നീട്ടിത്തരണമെന്നാണ് അവർ പറയുന്നത്. അതിന് അവർ പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ 2018, 2019 കാലഘട്ടങ്ങളിൽ, ആ വർഷങ്ങളിൽ നടന്ന പ്രളയം, അല്ലെങ്കിൽ വർഷങ്ങളുണ്ടായ പ്രളയം കാരണം അവർക്ക് ഒത്തിരി അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടി വന്നു. വൻ തുകകൾ ചിലവായി. അത് കാരണം വൻ ഇൻവെസ്റ്റുകൾ വീണ്ടും നടത്തേണ്ടി വന്നു, ഭീമമായ ഇൻവെസ്റ്റുകൾ നടത്തേണ്ടി വന്നു അതുകൊണ്ട് കാലാവധി നീട്ടിത്തരണമെന്നാണ് അവർ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇതിനാധാരമായ രേഖകളും കാര്യങ്ങളും ഒന്നും അവർ ഇതുവരെ KCBക്ക് സബ്മിറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ KCB ഇതിന് എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം കേരളത്തിലെ പ്രതിപക്ഷവുമൊക്കെ ഇതിന് എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അതാണിപ്പോഴും മണിയാർ ഇഷ്യൂ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറയാം. പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ നിന്നും ഏകദേശം 17 കിലോമീറ്ററും തിരുവല്ലയിൽ നിന്നും ഏകദേശം 47 കിലോമീറ്ററും അതോടൊപ്പം അടൂരിൽ നിന്ന് 37 കിലോമീറ്ററും വടശ്ശേരിക്കരയിൽ നിന്ന് 10.3 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. 1994 ഈ ജലവൈദ്യുത പദ്ധതി, അല്ലെങ്കിൽ ഈ ഡാം നിർമ്മിച്ചത് 1994. പമ്പയുടെ പോഷക നദിയാണ് മണിയാർ എന്ന മനോഹരമായൊരു സ്ഥലമാണത്. മനോഹരമായ ഭൂപ്രകൃതി കൊണ്ടും വളരെ വിനോദസഞ്ചാരികളെ വളരെ ആകർഷിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ വടശ്ശേരിക്കരയും അതിന് ചുറ്റുമുള്ള ഈ മണിയാറുമെല്ലാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.